വണ്ടി കൊണ്ടൊക്കെ ആയി. നമ്മളെ മോളെ പച്ചക്കറി ഇങ്ങനെ ആയിട്ടുണ്ട്. തക്കാളിക്കെല്ലാം പിടിക്കാൻ തുടങ്ങിയത്. കുറച്ചധികം വലുതായിരുന്നു. എന്തെങ്കിലും ഉണ്ട് സാർ പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെറിയ നല്ല വെയിലില്ലല്ലോ ഇടാതുകൊണ്ട് എല്ലാം ചെടിയും കിട്ടുന്നതിലെല്ലാം ചെടിയെല്ലാം നടും. ചെടിയുണ്ട്, പൂവും ചെടിയെല്ലാം ഉണ്ട്. കറിവേപ്പും കോയാണ്ട് ഇതിൻ്റെ മേലേക്ക് പടർത്തിയിട്ടുണ്ട്. കോയ ഇപ്പോൾ പുതിയതും പഴയതെല്ലാം കളഞ്ഞു ഇപ്പോൾ പുതിയത് എല്ലാം ഇതിലേക്ക് പടർത്തിയിട്ടുണ്ട്. അങ്ങനെയായിട്ട് ഇടലെല്ലാം ഉണ്ടതാ. ഓക്ക് പറ്റുമ്പോൾ ഒരാളെല്ലാം ചെയ്യും. ചെടിച്ചട്ടിയെല്ലാം കുറേ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ചാണാൻ പൈസക്ക് വാങ്ങിയതാണിപ്പോൾ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വാരിയിടുന്നാലേ ഇപ്പോൾ ഒന്നുമില്ലാണ്ട് ഒന്നിച്ച് വാങ്ങിയാൽ വെക്കും. അങ്ങനെയെല്ലാം ഓരോന്നായിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് മറ്റേതുണ്ട്, ബയോഗ്യാസ് അല്ല, മറ്റേ വാർപ്പിൻ്റെ ഇതെല്ലാം ഉണ്ട്. ഇവിടുന്ന് നേരെ ഈ വീട്ടിൽ നിന്ന് നേരെ വയലങ്ങോട്ടത്, നേരെ കിഴക്കോട്ടാണ് വയൽ. കണ്ട ഇരുന്നാൽ നല്ലോണം കാണില്ല. വാഴയിലെല്ലാം ഉണ്ട്, കാണുന്നില്ല നെല്ല്. പിന്നൊരു നല്ലൊരു നായ ഉണ്ടായിന്, അത് വയസ്സായിട്ടത് വെച്ചു. ടോമി എന്ന് പറഞ്ഞിട്ടൊരു നായി. കൂട് മാത്രമുണ്ട് ഇപ്പോൾ അവിടെ. കോഴിയെല്ലാം നല്ലോണം ഉണ്ടായതാണ് ഇവിടെയും. എല്ലാം കോഴിക്കീലിൽ നിന്നും എല്ലാം പിടിച്ചു കൊണ്ടുപോയിനിയും വേണ്ട. ഈ ഊടുമ്പിനെ പോലത്തെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വലിച്ചെല്ലാം കൊണ്ടുപോയി. പിന്നെ അകിടിയും കോയിനെ പോറ്റില്ല. ഇവരും എല്ലാം പോറ്റും. പ്രാവ്, മുയൽ, അങ്ങനെ എല്ലാം ഉണ്ടായിന്. നല്ല അവസാനമെല്ലാം മതിയാക്കി. കുഞ്ഞു കിട്ട മോന് എല്ലാറ്റിനും നല്ല ഇതാണ്. ഓനിപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ഓനെല്ലാം വേണം. പക്ഷിയും എല്ലാം ഉണ്ടായിന്. ചെടി എത്ര ഉണ്ടായാലും ഒക്കെ മതിയാവില്ല. ഉണ്ടായതെല്ലാം പുതിയത് അരിയെ വാങ്ങിക്കൊണ്ടുവന്നത്. ഇടയിലതാ പച്ചക്കറികൾ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. എല്ലാം കുറച്ചും കൂടി ആയിട്ടാകുമ്പോൾ ഒന്ന് കാണിക്കുക. പേഷൻ പൊട്ട് അന്ന് കണ്ടതല്ല, എല്ലാം ഉണ്ടയിൽ നിറച്ചുകൊണ്ട് ഇപ്പോൾ ആദ്യം പിടിക്കുന്നത്. നമ്മളൊരു കിണറുണ്ട് ഇവിടെ. നമ്മൾ മുമ്പൊരു ഭാഗം ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ട് അതിന് വേക്ക് ഇപ്പുറം അത് നമ്മുടെ മുഖം ഇങ്ങോട്ടാണ്, പടിഞ്ഞാറോട്ട്. രണ്ട് വീടിൻ്റെയും മുഖം പടിഞ്ഞാറോട്ടാണ്. അതിൻ്റെ ഇപ്പുറം നമ്മൾ കിഴക്കോട്ട് വയലും, ഇപ്പുറം നല്ല റോഡാണിതാ. നമ്മുടെ പറമ്പിൽ നിന്ന് ഇറങ്ങുന്നത് റോഡിലേക്കാണ്. വേണ്ട ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെ എല്ലാം ചെടി കൊണ്ട് വെച്ചാൽ ഇപ്പോൾ പുതിയ കിണർ അപ്പുറം ഒന്ന് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വരയിട്ട് മൂടിയിട്ടായില്ലത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. ഇത് ചരിത്രമില്ല ഒരു കിണറാണ്.
ഇതാ ഞാൻ കുറച്ച് കാണിച്ചു തരാം, എനിക്കത് വലിക്കാനാണല്ലേ. ഇത് പകുതി ഇതാണ്ട, ഇത് പകുതി മൂടിയിട്ടില്ലത്. വഴി തന്നെ ആയതുകൊണ്ട് വണ്ടിയെല്ലാം വരണ്ടായതുകൊണ്ട് പകുതിയാക്കിയിട്ട് അതിന് നല്ല വാർപ്പലാക്കിയിട്ട് റോഡ് പോലെ ആക്കിയിട്ട് ഇത് ഞാൻ പിന്നീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഇതും അതുപോലെ ചരിത്രം ഒരു പഴകിയതെന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലീനെ ആർക്കും ഇതിനെ കണക്ക് പറയാനാവില്ല. ഇപ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാണ് കണക്ക് എല്ലാം അറിഞ്ഞിട്ട് പിന്നെ പറയാം. അറിയാനും ഞാൻ അവർ പഴയ ആളെല്ലാം പോവില്ലേ, എന്നാലും അവർ പറഞ്ഞു തന്നിട്ടുണ്ട് പുരാണത്തിലെ കിണറാണ്, അങ്ങനെയുള്ളൊരു കിണറാണ്. ഈ ഭാഗം എല്ലാം വെള്ളം എടുക്കുന്നൊരു കിണറാണ്. നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനത്തെ എപ്പോഴും പറ്റൂല. പക്ഷേ വീതി കുറവായതുകൊണ്ട് മാന്താനിനി അധികം പറ്റുന്നില്ല. അതുകൊണ്ടാണ് വേറെ കിണറാക്കിയത്. ഈ പഴയ വീട് ആടെയുണ്ടായിന്, പണ്ടത്തെ മണ്ണ് കൊണ്ട് കെട്ടിയ വീട്, പുല്ലിട്ട വീട്, ആടെ നേരെ കിണർ ഇടാം. അപ്പോൾ അതാ റോഡ് ഉണ്ട്, അതാ ഇത് വടക്കോട്ട് തങ്ങാട കുറച്ചും കൂടെ ഇല്ലു. പിന്നെ ഇത് നമ്മളെ കരുവള്ളൂരേക്ക് ഓണക്കുന്നിലേക്കെല്ലാം ഇല്ലെന്ന് പോയാൽ ആയിതാ കണ്ടില്ലേ. നല്ല ഒരു സ്ഥലമാണ് നമ്മളെ പടിഞ്ഞാറ് ഭാഗമാണിത്. കിഴക്ക് കണ്ടു പടിഞ്ഞാറ് ഇങ്ങനെയാണത്. അത് നമ്മളെ കണ്ടില്ലേ. ഇത് ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടല്ല, ഇങ്ങനെ കുറച്ചായിട്ട് നമ്മളെ നാടെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല ചെടിയും എല്ലാം അതിൻ്റെ ഗേറ്റിൻ്റെ മുകളിലെല്ലാം ചെടിയാണ്. ഇത് കെട്ടിയിട്ടില്ല, ഗേറ്റൊന്നും നമ്മെ ആക്കിയിട്ടില്ല ഇതുവരെ. അധികം വീട് 1-2 വീടിനെ ഗേറ്റ് ഇല്ലാണ്ടല്ലോ ഈ ഭാഗത്ത്. നമ്മളെ വീടും വേറൊരു വീടും, മറ്റെല്ലാ വീട്ടിലും ഗേറ്റായി. നല്ലൊരു വീടായിട്ട് പിന്നെ വരാം.